2024 ഇലക്ഷൻ ചൂടുപിടിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പത്തനംതിട്ട, മറ്റൊന്ന് തൃശ്ശൂർ, പിന്നെ ഇപ്പം ആലപ്പുഴയും വന്നിട്ടുണ്ട്. കാരണം ആലപ്പുഴയിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രനാണല്ലോ മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്ത്രീകൾക്ക് കൂടുതലും ചിലപ്പം കുറച്ച് കണക്റ്റ് ആകും. കാരണം പണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗ്യാസിന് വില കൂടിയ സമയത്ത് കാളവണ്ടിയിലും മറ്റേ ഉന്തുവണ്ടിക്കകത്തൊക്കെ ഗ്യാസും വെച്ചുകൊണ്ട് നടക്കുകയും സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ധീര വനിതയാണല്ലോ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഇന്ന് ആലപ്പുഴയിൽ പ്രചരണം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന 2-3 മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഷിറ്റണ്ണൻ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് ഷിറ്റണ്ണന് പോലും അറിയത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ ബോധവും ബുദ്ധിയും ഒക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം ലൂർദ് മാതാവിന് കിരീടം കൊടുത്തത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. ഇപ്പം വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. എന്താണെങ്കിലും നിങ്ങളൊക്കെ ഇനിയിപ്പോൾ ചുരണ്ടാനും മാന്താനും വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഒരു സ്വർണ്ണ കിരീടം ഞാൻ എൻ്റെ മാതാവിന്, അതും വൈരം വെച്ച് ഞാൻ കൊണ്ടു കൊടുക്കും. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, ഞാൻ ജയിക്കട്ടെ, ജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യും. അപ്പൊ ഇതുപോലുള്ള ചില വാഗ്ദാനങ്ങളുമായിട്ട് നമ്മുടെ ഷിറ്റണ്ണൻ തൃശ്ശൂരിലെ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പൊ ഷിറ്റണ്ണൻ എവിടെ പോകുന്നു, അണ്ണന്റെ കൂടെ ഒരു 5-6 മാധ്യമ പ്രവർത്തകരുണ്ട്. കാരണം അണ്ണൻ എന്ത് ചെയ്താലും അത് അന്നേരം എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടോണം. പക്ഷെ ഇതൊക്കെ അണ്ണന് വിനയായിട്ടാണ് വരുന്നതെന്നുള്ളത് അണ്ണൻ അറിയുന്നില്ലല്ലോ. ഇതായാലും അണ്ണൻ തൃശ്ശൂർ മാർക്കറ്റിലെത്തുകയും മാർക്കറ്റിൽ ജനങ്ങളോട് ചില വാഗ്ദാനങ്ങൾ അണ്ണൻ കൊടുത്തിരുന്നു. ഞാൻ 7 വർഷത്തിന് മുമ്പ് ഈ മാർക്കറ്റിൽ വരുമ്പോൾ ഈ മാർക്കറ്റ് ഇതുപോലെ തന്നെയാണ് കിടന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെപ്പോലുള്ള ആളെ വിജയിപ്പിക്കണം. വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ ഇത് വേറെ ലെവലായിരിക്കും. അണ്ണൻ തന്നെ വേറെ ലെവലാ. പിന്നെ ഇനിയിപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിൽ വല്ലതും പറയണം. എന്തായാലും ഈ മാർക്കറ്റിൽ വന്ന അണ്ണൻ ഈ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ ഒരു പദയാത്ര നടത്തിയ ഒരു കാര്യം നിങ്ങളെല്ലാം വിട്ടുപോയി കാണും അല്ലേ? ഒരു ബാങ്കിൽ നിന്നും അണ്ണൻ ഒരു പദയാത്ര നടത്തി, പദയും വന്ന് പദവും പോയി, അണ്ണന്റെ പരിപ്പും എടുത്ത ഒരു കഥ നമുക്കറിയാം. അപ്പൊ ഈ മാർക്കറ്റിൽ വന്നിട്ട് സ്വർണത്തിന്റെ കാര്യമോ ബാങ്കിന്റെ കാര്യമോ എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് മാർക്കറ്റിന്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്താണേലും ഈ തൊഴിലാളികളും അവരൊന്നും മണ്ടന്മാരല്ലല്ലോ. തൊഴിലാളികൾ ഈ അണ്ണൻ പറയുമ്പോഴത്തേക്ക് അതിന് ചില കാര്യങ്ങൾ തൊഴിലാളികൾ അങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ ഷിറ്റണ്ണൻ മാർക്കറ്റിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത് കേട്ടോ. എനിക്കിവിടെ വന്ന് മാർക്കറ്റിന്റെ കാര്യം പറയുന്നത് ചേട്ടാ ഇങ്ങനെ പറഞ്ഞാലേ അപ്പോ സാറത് കരുവന്നൂരെന്ന് പറയുമ്പോ അത് മാത്രമല്ലോ സാധിച്ചു എന്ന് തെളിയിച്ചു തന്നിട്ടാണ്. കേൾപ്പിച്ച് വിട്ടാൽ ഇതുക്കും മേലെ എനിക്ക് പണ്ട് കാലത്തിനേറ്റവും ബെറ്റർ ആണ് മാർക്കറ്റ്. ഇപ്പൊ പഴയ കാലമുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന അതായത് ഏത് ചെയ്തു വെച്ചത് മനസ്സിലായില്ല. അവിടെ ടോയ്ലറ്റ് അടക്കം നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ടോയ്ലറ്റ് വന്നോ? വേറെ റോഡ് സൈഡിലാണ് ഞങ്ങൾ മൂത്രമൊഴിക്കണത്. ഇവിടെ മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. ഇവിടെ 1-നും 2-നുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല. അവിടെ വന്നില്ല. അതിൽ കേസിന് പോയിട്ടുള്ളതാണ്. ആ റോഡ് സൈഡിൽ 2 സൈഡോടെ പോകുമ്പോഴേ ടോയ്ലറ്റിനെ നമ്മുടെ മൂക്ക് വെച്ചിട്ട് വേണം 2 സൈഡോടെ പോകാനായിട്ട്. സമഗ്രമായ ഒരു പദ്ധതി ഒരുക്കി ഇതിലും വളരെ ഭേദപ്പെട്ട രീതിയിലാക്കി തരാൻ വേണ്ടി അഞ്ജനായി എന്നെ തെരഞ്ഞെടുത്തു. എനിക്കിവിടെ വന്ന് മാർക്കറ്റിന്റെ കാര്യം പറയുന്നത്, എനിക്ക് ശബരിമലയുടെ കാര്യം പറയാനല്ല. മാർക്കറ്റിൽ തന്നെയല്ലോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നോക്കണ്ട. മാർക്കറ്റിൽ തന്നെയല്ലോ. അതല്ല ഞാൻ ചോദിക്കുന്നത്. മാർക്കറ്റിൽ വന്ന് എനിക്ക് മാർക്കറ്റിന്റെ കാര്യം പറയാൻ പറ്റും. മറ്റുള്ളവരടുത്ത് പോയി ആ കാര്യങ്ങൾ പറഞ്ഞോ. എനിക്ക് സ്വർണ്ണപ്പണിക്കാരുടെ കാര്യം പറയാനൊക്കെ അല്ലേ? ഈ സാഹചര്യം മാറും. ഈ സാഹചര്യം ഒരു തരത്തിലും മാറിയിട്ടില്ല. ഞാൻ 7 വർഷം മുമ്പ് കണ്ട അവസ്ഥ തന്നെയാണ്. അത് മാറ്റിത്തരാം എന്ന് പറയുന്നതാണ് രാഷ്ട്ര സേവനത്തിന്റെ ഭാഗം. എല്ലായിടങ്ങളിലും വിഷയങ്ങളുണ്ട്. കരുവന്നൂര് വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി അതേ പറയൂ. മാർക്കറ്റ് നന്നാക്കുമെന്ന് പറയത്തില്ല. അത് കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ റിസർവ് ബാങ്കിന്റെ കീഴിൽ നിയമവശാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങി. ചുരണ്ടുന്നത് അവിടെയായിരിക്കും, തൂക്കി നോക്കുന്നത് അവിടെയായിരിക്കും. ചേട്ടാ ഇങ്ങനെ പറഞ്ഞാലേ അപ്പോ സാറത് കരുവന്നൂരെന്ന് പറയുമ്പോ അത് മാത്രമല്ലോ. അല്ല അതാ പറഞ്ഞ മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അത് ആരുടേതായ
കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നാ ഞാൻ പറഞ്ഞത്. തന്നെ വിഷയം ഒതുങ്ങി നിൽക്കണം. അല്ല, അങ്ങനെ നൂറുകണക്കിന് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നാ ബാങ്കുകൾ എന്നാണ് അത് കരുവന്നൂര് പറയുന്നതാണ് ഞാൻ. അവിടെ മാർക്കറ്റിന്റെ വികസനം പറയാനൊക്കെ അവരിത് ചോദിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉന്നയിച്ച മറു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്നേ ഞാൻ പറഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്ത് വെച്ചു. ഒരു ഒത്തുപിടിച്ചാൽ നിങ്ങളുടെ കൂടെ ഒത്തുപിടിക്കാൻ ഞാനും ഉണ്ടാവും. അത്രേ ഉദ്ദേശം. ഞാനുണ്ടാവും എന്നാ പറഞ്ഞു. താങ്ക് യു. തൃശ്ശൂർ മാർക്കറ്റിൽ ഷിറ്റ് ഗോപി എണ്ണം വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. നമ്മുടെ മണിപ്പൂരാക്കാനും അല്ലെങ്കിൽ ഇപ്പം മാതാവിനെ പറ്റിച്ചതും ഇതൊക്കെ കരുവണ്ണൂർ ബാങ്കിനെ കുറിച്ചിട്ടൊക്കെ ആശാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ വോട്ടർമാരെന്ന് പറയുന്നത് അവരൊന്നും മന്ദബുദ്ധികളല്ല. അവരൊക്കെ നല്ല വിവരവും മാർക്കറ്റിൽ കിടക്കുന്നവർക്കാണെങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ട് നല്ല ബോധമുള്ള ആൾക്കാരാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ. എന്തായാലും സുരേഷ് ചേട്ടൻ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഞാൻ 7 വർഷം മുമ്പ് വന്ന് കണ്ട അതേ ഇതാണ്. ടോയ്ലറ്റുകളില്ല. കാരണം ഇവർക്ക് പറയാനായിട്ട് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ മോദിയുടെ ടോയ്ലറ്റ്, മോദിയുടെ കക്കൂസ്, മോദിയുടെ അമ്പലം, മോദിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഇതിനെ കുറിച്ചിട്ടല്ലാതെ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനോ അതിനെക്കുറിച്ചിട്ട് പറയാനോ ഇവർക്കൊന്നും പറ്റില്ല. കാരണം ഇവർക്കൊന്നില്ലെങ്കിൽ ശബരിമല വേണം, അതല്ലാന്നുണ്ടെങ്കിൽ വർഗീയത വേണം. അപ്പൊ ഈ വർഗീയതയും ഇതൊക്കെ ഇങ്ങനെ കൈമുതലാക്കി കൊണ്ട് നടക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വരുമ്പോഴത്തേക്ക് അവരത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കും. എന്തായാലും കരുവണ്ണൂര് നടത്തി അതെല്ലാം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമുള്ളല്ല, എല്ലാവർക്കും ഉണ്ട്. ഏതാണ്ട് 10-20ഓളം വരുന്ന BJPയുടെ അല്ലെങ്കിൽ BJPയുടെ അധീനതയിലുള്ള ചില ബാങ്കുകളിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചിട്ടൊന്നും ഇവരാരും സംസാരിക്കത്തില്ല. അപ്പം ആ വോട്ടറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ അത് തിരുത്തി പറയും. ഞാൻ പറഞ്ഞു മുഴുവൻ എല്ലാം കൂടെ ഉണ്ടാക്കുമെന്നാ പറഞ്ഞത്. എന്നാ പറയുന്നത്, എൻ്റെ പൊന്നണ്ണ, ഇവിടുത്തെ ജനം അവര് ബുദ്ധിയുള്ളവരാണ്, അവർ അരിയാഹാരം കഴിക്കുന്നവരാണ്, അവരുടെ തലയിൽ ചാണകമല്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുരേഷ് ഗോപിയുടെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം അപ്പം സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറക്കരുത്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഈ ഒരു പിന്തുണയുമാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും മുമ്പ് എങ്ങനെയാണോ നമ്മുടെ ചാനലിന് തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അത് തുടർന്നും അങ്ങോട്ടും ഉണ്ടാവണം. നമ്മുടെ ഷിറ്റ് ഗോപി ചേട്ടൻ്റെ പുതിയ സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് ടു എൻ്റർടൈൻമെൻറ്റ്